നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ഫോട്ടോ എഡിറ്റിംഗ് ഒരു ജോബുണ്ട്. ഫോട്ടോയുടെ ഇമേജിൻ്റെ കളറ് മാറ്റുക. അതിന് നിങ്ങൾക്ക് $30 മുതൽ $250 വരെ, ഏകദേശം 2500 മുതൽ നിങ്ങൾക്ക് 20,000 രൂപ വരെ ആയിരിക്കും ലഭിക്കുക. പിന്നെ പവർ പോയിന്റ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടറൊക്കെ പവർ പോയിന്റ് അറിയുന്നുണ്ടെങ്കിൽ, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് €220 മുതൽ നിങ്ങൾക്ക് €250 വരെ ലഭിക്കുന്ന വർക്കുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഓഡിയോക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $30 അല്ലെങ്കിൽ €30 മുതൽ €250 വരെ ലഭിക്കും. പിന്നെ ടൈപ്പിംഗ് ജോബാണ് വേണ്ടതെങ്കിൽ സിമ്പിൾ ടൈപ്പിംഗ് ജോബ് ഉണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ആയിരിക്കും ലഭിക്കുക. ഏകദേശം 100 പേജോ അല്ലെങ്കിൽ 200 പേജോ ഒക്കെ ലഭിക്കും. അതിലേക്ക് $250 മുതൽ $750 വരെ ആയിരിക്കും ലഭിക്കുക. ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ വീട്ടിൽ നിന്നും ഓൺലൈനായിട്ട് നിങ്ങൾ മൊബൈൽ വഴിയോ അല്ലെങ്കിൽ PC വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ഓൺലൈനായിട്ട് ജോബ് അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതിലൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് അനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഡാറ്റ എൻട്രിക്ക് ആയിരിക്കും സ്കിൽ ഉണ്ടായിരിക്കും, ടൈപ്പിംഗ് സ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ വോയിസ് ഓവർ നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആവാം. അതുപോലെ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ലോഗോ എഡിറ്റിംഗ്, അത്തരത്തിലുള്ള ഏത് സ്കില്ലാണെങ്കിലും നിങ്ങൾക്ക് ആ സ്കില്ലിനെ നിങ്ങൾക്ക് വരുമാന മാർഗമാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൽ freelancer.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ, ഫ്രീ ആയിട്ട് തന്നെ, യാതൊരു പൈസ മുടക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ വർക്കുകൾ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് വർക്കുകൾ നേടാൻ കഴിയുന്നതാണ്. ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡോളറിലായിട്ടോ മണിക്കൂറിന് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോ വർക്കുകൾ കാണാൻ പറ്റും. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നേടാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു വർക്കുകൾ, ഇതിൽ ഒരു പ്രൊജക്റ്റുകൾ മാത്രമല്ല, നിങ്ങൾക്ക് വർക്കുകൾ മാത്രമല്ല, ഇതിൽ ഓരോ കോൺടെസ്റ്റുകളുണ്ട്. ആ കോൺടെസ്റ്റുകൾ പങ്കെടുത്താലും നിങ്ങൾക്ക് അതിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നല്ലൊരു CV ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സലിൽ നല്ലൊരു പ്രാവീണ്യമുണ്ട്, എക്സലിൽ നിങ്ങൾക്ക് ഗ്രാഫൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡാറ്റ എൻട്രി, നിങ്ങൾക്ക് ഒരു PDF ഡാറ്റാസ് നിങ്ങൾക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരമുള്ള വർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. അത്തരമുള്ള കോൺടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ കോൺടെസ്റ്റുകൾ നിങ്ങൾ പങ്കെടുത്ത് അത്തരത്തിൽ പങ്കെടുക്കുന്ന ആളുകളിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ആളുകൾക്കും ആ ഒരു എമൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്ലയൻറ്റിന് ഒരിക്കലും അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട, നിങ്ങൾ ഒരു ഡാറ്റ എൻട്രി വർക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് വർക്കാണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേക്ക് ആണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഇത്തരമുള്ള വെബ്സൈറ്റുകളിൽ തീർച്ചയായും നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഈ വർക്കുകളൊക്കെ നേടാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വർക്കുകൾ നമുക്ക് നേടാൻ പറ്റുക എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. തീർച്ചയായും ഇത്തരമുള്ള ജോലികൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം. നമുക്കേതായാലും ഈ ഒരു വീഡിയോ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വെബ്സൈറ്റിൻ്റെ പേരാണ് freelancer.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. അപ്പോൾ ഗൂഗിൾ എടുക്കുക, ഗൂഗിളിൽ നിങ്ങൾ ഫ്രീലാൻസർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലഭിക്കുന്ന വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഫസ്റ്റ് ലഭിക്കുന്നത് അതിൻ്റെ ഒരു ആഡാണ്. അത് കഴിഞ്ഞിട്ടുള്ള വെബ്സൈറ്റാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്, ലിങ്കാണ് എടുക്കുന്നത്, ഫ്രീലാൻസർ. നമുക്കിതിൽ നിന്നും ഒരുപാട് വർക്കുകൾ ലഭിക്കും. അതുപോലെ നമ്മുടെ ഏത് സ്കില്ലാണോ ആ സ്കില്ല് നമുക്ക് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വെബ്സൈറ്റ് നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഓൾ ഓവർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ജോബ് ഇതിൽ ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ജോബുകൾ ബ്രൗസ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ മുകളിൽ നമുക്ക് കാണാം ഹൗ ഇറ്റ് വർക്ക്സ്, അതുപോലെ ബ്രൗസ് ജോബ് ഉണ്ടാവും. ബ്രൗസ് ജോബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലുള്ള ജോബുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ 9948 ജോബുകൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. വീഡിയോ എഡിറ്റിങ്ങിൽ 6 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു സംഭവമാണ്. അതിൽ നമുക്ക് ലഭിക്കുന്നത് $2,491 മുതൽ $20,761 വരെ ആയിരിക്കും. ഏകദേശം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും $30 മുതൽ $250 വരെ ആയിരിക്കും ഈ ഒരു വർക്കിന് നമുക്ക് ലഭിക്കുക. അപ്പോൾ അത് വ്യക്തമായിട്ട് തന്നെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഐ എം ലുക്കിംഗ് ഫോർ എ സ്കിൽഡ് വീഡിയോ എഡിറ്റർ. വീഡിയോ എഡിറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ജോബുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ എൻട്രി ആണ് നിങ്ങൾക്ക് നോക്കുന്നതെങ്കിൽ ഡാറ്റ എൻട്രി ജോബ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ
ഡാറ്റ എൻട്രി എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ലിസ്റ്റിംഗ്, അതുപോലെ ബാക്ക് എൻഡ് പോസ്റ്റ് ഓഫീസ് ഡാറ്റ എൻട്രി ഏകദേശം പെർ അവർ 1495 രൂപയായിരിക്കും ഈ ഒരു ഡാറ്റ എൻട്രിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ജോബുകളൊക്കെ നിങ്ങൾക്ക് ഇനി ഇമേജ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ജോബാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ, ഇമേജ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ജോബാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പൊക്കെ അറിയുന്ന ആൾക്ക് ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് ഉണ്ട്. 1246 രൂപയായിരിക്കും. അത് ഒരു കോൺടെസ്റ്റ് ആണ്. അപ്പോൾ കോൺടെസ്റ്റ് ഉണ്ട്, ജോബ് ഉണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അതിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇത് വെഡ്ഡിങ് ഫോട്ടോ എഡിറ്റിംഗ് 22,095 രൂപയായിരിക്കും. 12,500 മുതൽ 37,500 രൂപ ലഭിക്കുന്ന വർക്കാണ്. പിന്നെ അതും നമ്മൾ ജോബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോബുകൾ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഏതായാലും ഇത് എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ സൈനപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഹോം പേജ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഏൺ മണി ഫ്രീലാൻസിങ് എന്നുള്ളതും അതുപോലെ സൈനപ്പ് എന്ന് പറയുന്നതും ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സൈനപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ ജോയിൻ ഫ്രീലാൻസർ നമ്മൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ്. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഐ അഗ്രി ദ ഫ്രീലാൻസർ യൂസർ അഗ്രിമെൻറ്റ്. ഇതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ മൊബൈലിൽ നിന്ന് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡിൽ എടുത്തുകൊണ്ട് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ യൂസർ നെയിം, നിങ്ങൾക്ക് ഏതെങ്കിലും യൂസർ നെയിം അടിക്കണമെങ്കിൽ ഓക്കെ, ഐ വാണ്ട് ടു വർക്ക്, ഐ വാണ്ട് ടു ഹയർ. അപ്പോൾ നമ്മൾ ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഐ വാണ്ട് ടു വർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു ഐ വാണ്ട് ടു ഹയർ എന്നുള്ളത് ഒരു ആളെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു ആളെ ഹയർ ചെയ്യണമെങ്കിൽ അത് അങ്ങോട്ട് മാറ്റും ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതെല്ലാം സ്കില്ലുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഡാറ്റ എൻട്രി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് ഡാറ്റ എൻട്രി 447 ജോബുണ്ട്, അതുപോലെ എക്സലിൽ 394 ജോബുണ്ട്, ഡാറ്റ പ്രോസസ്സിംഗ് ഉണ്ട്, വെബ് സെർച്ച് ഉണ്ട്, അതുപോലെ നമുക്ക് ഡാറ്റ ഡെലിവറി, ഡാറ്റ എക്സ്റ്റൻഷൻ, ഇമെയിൽ ഹാൻഡ്ലിംഗ്, അതുപോലെ മൈക്രോസോഫ്റ്റ് ഓഫീസ്, മൈക്രോസോഫ്റ്റ് വേർഡ്, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. BPO, അതുപോലെ ഡാറ്റ ക്ലീനിങ്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോബ്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്കില്ലുണ്ട്, റൈറ്റിംഗ് സ്കില്ലുണ്ടെങ്കിൽ, കണ്ടന്റ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ ആർട്ടിക്കിൾ റൈറ്റിംഗ് ഉണ്ട്, കണ്ടന്റ് റൈറ്റിംഗ് ഉണ്ട്, അതുപോലെ റിസർച്ച്, ട്രാൻസ്ലേഷൻ, എഡിറ്റിംഗ് ജോബ് അറിയെങ്കിൽ എഡിറ്റിംഗ് അറിയാം, എഡിറ്റിംഗ് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ലിങ്ക് യുവർ അക്കൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഫേക്ക് ആയിട്ടുള്ള പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കുള്ള ചാൻസ് കിട്ടാനുള്ള, ഹയർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സ്കിപ്പ് കൊടുക്കാം. ഞാൻ അവിടെ സ്കിപ്പ് കൊടുക്കുന്നത് നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യാം. വാട്ട് ഈസ് യുവർ നെയിം, അതുപോലെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഞാനിവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു ടെമ്പററി ഫോട്ടോ ആണ്. ഇപ്പം ഞാനിവിടെ ഒരു പ്രൊഫൈൽ പിക്ക് എന്നുള്ളത് ജസ്റ്റ് ഒരു ബ്ലാക്ക് ഇമേജ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഇമേജ് കൊടുക്കുക. ഫസ്റ്റ് നെയിം കൊടുക്കുക, ഫസ്റ്റ് നെയിം ഓക്കെ, ലാസ്റ്റ് നെയിം. പിന്നെ വരുന്നത് പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആണ്. ടെൽ അസ് എ ബിറ്റ് അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് വാട്ട് ഡു യു ഡു എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കൊടുക്കുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇപ്പോൾ ഡിസ്ക്രൈബ് യുവർ സെൽഫ് എന്നുള്ളത് ഞാൻ ChatGPT വഴിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ എബൌട്ട്, എന്നിട്ട് നമ്മളവിടെ ടെൽ അസ് എ ബിറ്റ് അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം ഞാൻ റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ടെൽ അസ് എ ബിറ്റ് അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടർ കോമിൽ. അതിനുശേഷം മൈ നെയിം ഈസ് സംശാസിറ്റി, ഐ ആം എ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, 3 year എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഏതാണോ അത് വെച്ച് നിങ്ങൾക്ക് ജസ്റ്റ് കൊടുക്കാം. ജെന്യൂൻ ആയിട്ടില്ല, ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ഡെമോ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. അതനുസരിച്ച്
നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ തന്നെ ChatGPT ക്രിയേറ്റ് ചെയ്ത് തരും. അവിടെ വ്യക്തമായിട്ടുള്ളൊരു അടിപൊളി ഡിസ്ക്രിപ്ഷൻ നമുക്ക് ChatGPT ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു. അതിനുശേഷം വാട്ട് ലാംഗ്വേജ് ഡു യു സ്പീക്ക്. നമ്മൾ ഇന്ത്യയിൽ നിന്നാവുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഹിന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഓക്കെ, ഹിന്ദിയിൽ നിന്നും വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഓക്കെ, 90 കൊടുക്കുന്നുണ്ട്, January 1st. നെക്സ്റ്റ് എൻ്റർ യുവർ അഡ്രസ്സ് നിങ്ങൾക്ക് ഇത് പ്ലീസ് യൂസ് യുവർ റിയൽ അഡ്രസ് ആസ് ദിസ് വിൽ ബി യൂസ്ഡ് ഫോർ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ. ഓൺലി യുവർ സിറ്റി ആൻഡ് കൺട്രി വിൽ ബി ഷോഡ് പബ്ലിക്കലി. അപ്പോൾ നിങ്ങളുടെ കൊടുക്കുന്ന അഡ്രസ്സിൽ നിങ്ങളുടെ സിറ്റി അതുപോലെ കൺട്രി മാത്രമേ പബ്ലിക്കലി കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് കൊടുക്കുക. അത് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇമെയിൽ വെരിഫിക്കേഷൻ നമ്മൾ കൊടുത്ത ഇമെയിലിലേക്ക് ഒരു ഇമെയിൽ വെരിഫിക്കേഷൻ്റെ ലിങ്ക് അവരയക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ സക്സസ് ആയി. ഇപ്പം ഇവിടെ ഒരു ഇത് കാണിക്കും. നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് കൊടുത്തൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 1 month ഫ്രീ ആയിട്ടുള്ള ട്രയൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ 100 ജോബിന് വരെ അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പകരം നമുക്ക് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടിൽ മന്ത്ലി ഒരു 6 ജോബ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിൽ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പിന്നീടുള്ള ജോബുകൾക്കൊക്കെ വേണമെങ്കിൽ പേയ്മെൻറ്റ് എന്തെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാതെ തന്നെ മന്ത്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ സ്കിപ്പ് ഫോർ നൗ ആണ് കൊടുക്കുന്നത്, നിങ്ങളത് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രീലാൻസറിൽ നമ്മൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ നമുക്ക് മുകളിൽ ബ്രൗസ് എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രൊജക്റ്റ് ഉണ്ട്, കോൺടെസ്റ്റ് ഉണ്ട്, ഫ്രീലാൻസേഴ്സ് ഉണ്ട്, ബുക്ക് മാർക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ വർക്കുകൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഡാറ്റ എൻട്രി ആണെങ്കിൽ ഡാറ്റ എൻട്രി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ എൻട്രിയുമായി ബന്ധപ്പെട്ട വർക്കുകളായിരിക്കും ലഭിക്കുക. അതിൽ നിങ്ങൾക്ക് അവർലി റേറ്റ് ആണെങ്കിൽ ഇവിടെ അവർലി റേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ വെബ് സ്ക്രാപ്പർ എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് 13, ഓക്കെ, ഇതിൻ്റെ എമൗണ്ട് എത്ര നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് പൗണ്ടിൽ 1323 ആയിരിക്കും പെർ അവർ ലഭിക്കുന്ന എമൗണ്ട് ഇതിന്. ഇപ്പോൾ ഇതിൽ വർക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഐ ആം ലുക്കിംഗ് ഫോർ എ സ്കിൽഡ് വെബ് സ്ക്രാപ്റ്റ് ഹു ക്യാൻ ഹെൽപ്പ് മീ എക്സ്ട്രാക്ട് ഇമെയിൽ അഡ്രസ് ഫ്രം ദി വെബ്സൈറ്റ്. ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കളക്ട് ചെയ്യാണ് വേണ്ടത്. അതാണ് അതിന് വർക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് നിങ്ങളോട് നിങ്ങൾക്ക് ഡാറ്റ എൻട്രി ഒക്കെ ചെയ്യാൻ വേണ്ടി പണം നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പണം കൊടുക്കാതിരിക്കുക. കാരണം ഈ ഒരു വെബ്സൈറ്റിലൊന്നും നിങ്ങൾ അങ്ങോട്ട് പണം കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലയൻറ്റിന് ഒരിക്കലും പണം കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നല്ലൊരു പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓരോ വർക്കുകൾ നോക്കിയിട്ട് ആ വർക്കിന് റിക്വസ്റ്റ് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ബിഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓരോ ഇതിനും. ഇപ്പം നമ്മളൊരു ഫോട്ടോ എഡിറ്റിംഗ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ് എന്ന് സെർച്ച് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കോപ്പി ടൈപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബുക്കുകൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുണ്ട്. പിന്നെ ഫോട്ടോ എഡിറ്റിംഗ് 912 പെർ അവർ ലഭിക്കുന്നത് 912 രൂപയായിരിക്കും പെർ. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്നാവുന്നതുകൊണ്ടാണ് ഇവിടെ INR കാണിക്കുന്നത്. പുറത്തുള്ള ക്ലയൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ USD ആണ് കാണിക്കുക. അവിടെ നമ്മുടെ ക്ലയൻറ്റ് പാർട്ട്നറിൽ നിന്നാണ്, അതുകൊണ്ട് ഇവിടെ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഇതിൻ്റെ ഈ ഒരു ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഐ ആം ലുക്കിംഗ് ഫോർ എ ഫ്രീലാൻസർ ടു ഹെൽപ്പ് വിത്ത് ഫോട്ടോ എഡിറ്റിംഗ് പ്രോജക്റ്റ്. അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പിൾ ഫോട്ടോസ് നമുക്ക് നോക്കാവുന്നതാണ് എങ്ങനെയാണ് സാമ്പിൾ ഫോട്ടോസ് വരുന്നത്. അപ്പോൾ ഇതാണ് സാമ്പിൾ ഫോട്ടോസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതോടെ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റിലാണ് വർക്കുകൾ കിട്ടിയത്. ഇനി കോൺടെസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ കോൺടെസ്റ്റുകൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടുകൾ നേടാൻ പറ്റുന്നതാണ്. ഇവിടെ കോപ്പി റൈറ്റിംഗ്, ഇവിടെ നമുക്ക് മേക്ക് ചാർട്ട് ഓർ ഗ്രാഫ് ഓർ റിയൽ എസ്റ്റേറ്റ് കമ്പാരിസൺ. അപ്പോൾ ഈ ഒരു കോൺടെസ്റ്റിൽ 24 എൻട്രി വന്നിട്ടുണ്ട്. $100 ആയിരിക്കും നിങ്ങൾക്ക് ഈ കോൺടെസ്റ്റിൽ വിജയിച്ചാൽ ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ അല്ല എങ്ങനെയാണത് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോൺടെസ്റ്റുകൾക്ക് നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കോൺടെസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ അതുപോലെ എൻട്രീസ് എന്ന് കാണാം. അത് നിങ്ങൾക്ക് എൻട്രീസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ള ആളുകൾ ചെയ്ത വർക്കുകൾ നിങ്ങൾക്ക് ഇവിടെ സാമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ ഈ വർക്കിൽ നിന്നും ഏതെങ്കിലും വർക്കിനായിരിക്കും ലഭിക്കുന്ന. അപ്പോൾ ഇതിൽ പല വർക്കുകളും റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിജക്റ്റ് ചെയ്യാതെ നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് $100. അപ്പോൾ ഇനി ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് ഇവിടെ നമുക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു $100 നേടാൻ പറ്റുന്ന ടൈം ഓപ്പൺ 2 days and 2 ദിവസം കൂടിയും ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിലെ വിന്നർ എന്ന് പറയുന്നത് ഇപ്പോൾ കാണിക്കുന്നത് ഇതിൽ വിന്നർ ആഫീസ് എന്ന് പറയുന്ന ഒരാളാണ്. അവരുടെ ഈ ഒരു ഡാറ്റ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എക്സലിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ നിങ്ങൾക്ക് ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫയൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസ് ഈ ഒരു ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഗ്രാഫിൻ്റെ ഒരു കോൺടെസ്റ്റാണ് പറഞ്ഞത്. ഇതുപോലത്തെ എഡിറ്റിംഗ് കോൺടെസ്റ്റുകളുണ്ട്, ലോഗോ ക്രിയേഷൻസ് ഉണ്ട്, വീഡിയോഗ്രാഫി ഉണ്ട്, അങ്ങനെ നിരവധി ഇതാണ് ഈ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു പേപ്പറിൽ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സലിലേക്ക് മാറ്റിയിട്ട് ഗ്രാഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ടഡ് സബ്മിഷൻ ഫയൽ ടൈപ്പ്, അതുപോലെ ജിഫ് പറ്റും, JPG, അതുപോലെ JPG, പിന്നെ വരുന്നത് PNG. അത്തരത്തിലുള്ള ഫോർമാറ്റുകളൊക്കെ അതിൽ നിന്നും അവർ സ്വീകരിക്കുന്നതാണ്. അതുപോലെ വേറൊരു കോൺടെസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിന് നീഡ് കോണ്ടന്റ് ഫോർ വെബ്സൈറ്റ്, അതിന് $10 ആയിരിക്കും ലഭിക്കുക. അപ്പോൾ കോണ്ടന്റ് ഫോർ വെബ്സൈറ്റ് അതും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ എൻട്രീസ് വന്നിട്ടുണ്ടോ നോക്കുക. എൻട്രീസിന് ഒരു എൻട്രീസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇത് ഒരുപാട് എൻട്രീസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ എഴുതിയിരിക്കുന്ന കോണ്ടന്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ പ്രൊജക്റ്റിൽ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സ്കില്ലാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതാണ്. ഇവിടെ യൂട്യൂബ് തംബ്നെയിൽ ഡിസൈനർ, യൂട്യൂബ് തംബ്നെയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $19 ആയിരിക്കും പെർ അവർ ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്ന്. വി ആർ സീക്കിംഗ് എ ടാലന്റ് യൂട്യൂബ് തംബ്നെയിൽ ഡിസൈൻ ടു ക്രിയേറ്റ് ഐ ക്യാച്ചിങ് ആൻഡ് ക്ലിക്കബിൾ തംബ്നെയിൽ ഫോർ യൂട്യൂബ് ചാനൽസ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ജോബ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആളുകൾ അതിന് പ്രൊപ്പോസൽ അയച്ചിട്ടുണ്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ 47 ആളുകളാണ് പ്രൊപ്പോസൽ അയച്ചിരിക്കുന്നത്. ആ 47 ആളുടെ പ്രൊഫൈലൊക്കെ നിങ്ങൾ പോയി നോക്കുക. എന്താണ് അവർ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ബിഡ് ചെയ്തിരിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് അവർ കറക്റ്റായിട്ട് നോക്കിയിരിക്കുന്നതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള രീതിയിലുള്ള പ്രൊഫൈലൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കുകൾ ഒരുപാട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവർലി റേറ്റും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ അതിൽ കുറച്ചൊക്കെ നിങ്ങൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ സെറ്റപ്പ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ 56% മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾക്കൊരു എമൗണ്ട് നിങ്ങൾക്ക് നിന്നും നേടാൻ കഴിയുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു അവസരം തന്നെയായിരിക്കും. നിങ്ങൾ ഓൺലൈനായിട്ട് മണി മേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ ഒരു പരിഗണിക്കാൻ പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റാണ് freelancer.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതിലുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.